നിലവിൽ ഉറുഗ്വൻ സൂപ്പർ താരമായ ആഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പുറത്തു പോയതോടെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സങ്കടമാണ്. ഈ ഒരു സങ്കടത്തിൽ നിന്നും കരകയറുന്ന സാഹചര്യത്തിൽ മറ്റൊരു നിരാശ വാർത്ത കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജാപ്പനീസ് സൂപ്പർ താരമായ ഡൈസുകെ സകായിക്കും പരിക്കുണ്ട്. ഈ ഒരു പരിക്ക് കാരണം തന്നെ താരം ഇന്നത്തെ പരിശീലന സെക്ഷനിൽ പങ്കെടുത്തില്ല എന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ താരങ്ങളിൽ ഒരാളായ ജാപ്പനീസ് സൂപ്പർ താരം ഡൈസുകെ സകായി ഇന്നത്തെ പരിശീലന സെക്ഷനിൽ പങ്കെടുത്തിട്ടില്ല. സകായിക്ക് ചെറിയ രീതിയിലുള്ള പേശി വലിവാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലബ്ബ് താരത്തിനോട് റിസ്ക് എടുക്കാതെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പേശി വലിവ് മാത്രം ആയതുകൊണ്ട് തന്നെ താരം ഉടൻ തന്നെ റിക്കവർ ചെയ്ത് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റന്റെ പകരക്കാരനായി വരുന്ന താരത്തെ കുറിച്ചാണ്. നിക്കോളാസ് ലോഡേറോ എന്ന താരത്തെ കുറിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 2023-24 സീസണിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. പരിക്കേറ്റ് പുറത്തായ ഉറുഗ്വൻ പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്ന താരം ടീമിലേക്ക് വരില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് താരത്തിന്റെ ഏജന്റ് തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. കാൽമുട്ടിന് പരിക്കേറ്റ അഡ്രിയാൻ ലൂണ നിലവിൽ ശസ്ത്രക്രിയക്ക് വിധേയനായി വിശ്രമത്തിലാണ്. എത്രയും വേഗം തന്നെ ലൂണക്ക് സുഖം പ്രാപിക്കട്ടെ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ISLലേക്ക് വീണ്ടും ഉറുഗ്വൻ പ്ലേ മേക്കർ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് വലിയ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ക്യാപ്റ്റൻ ലൂണക്ക് പകരമായി കൊണ്ട് ഉറുഗ്വയിൽ നിന്ന് തന്നെയുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ നിക്കോളാസ് ലോഡേറോ എന്ന താരത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ട്രാൻസ്ഫർ നടക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഏജന്റ് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം പുതിയൊരു വിദേശ രാജ്യത്ത് കളിക്കുന്നതിനെ കുറിച്ച് താരം ആലോചിക്കുന്നില്ല എന്നാണ് ഏജന്റിന്റെ വെളിപ്പെടുത്തൽ. 2015-16 സീസണിൽ അർജന്റീൻ സൂപ്പർ ക്ലബായ ബെക്ക ജൂനിയേഴ്സിനു വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഈ ഒരു മധ്യനിര താരം അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് എത്തുന്നതിനുള്ള താല്പര്യക്കുറവ് മാത്രമല്ല, ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 12 കോടിയോളം രൂപയാണ്. നിലവിൽ താരം സിയാറ്റിൻ സൗണ്ടേഴ്സിന് വേണ്ടി 231 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 58 ഗോളുകളും 62 അസിസ്റ്റും സ്വന്തമാക്കി. ലൂണയെ കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ താരങ്ങളായ ജിക്സൺ സിംഗും ഫ്രെഡിയും ഐബംഡ ഡോഗ്ലിംഗും ഒക്കെ പരിക്കേറ്റ് പുറത്താണ് ഇപ്പോൾ. അതേസമയം ഡിസംബർ 24-ന് മുംബൈ സിറ്റിക്ക് എതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത ISL മത്സരം നടക്കാനിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുക. ലീഗിൽ 10 മത്സരങ്ങളിൽ 20 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി രണ്ടാം സ്ഥാനം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. 8 മത്സരങ്ങളിൽ 16 പോയിന്റുള്ള മുംബൈ സിറ്റി 5ാം സ്ഥാനത്തും ഉണ്ട്. ഇതുവരെ തോൽവി അറിയാത്ത 3 ക്ലബ്ബുകളിൽ ഒന്നാണ് മുംബൈ സിറ്റി. നേരത്തെ തന്നെ എവേ പോരാട്ടത്തിൽ മുംബൈയോട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വാശിയൊക്കെ തീർക്കാൻ വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കച്ചകെട്ടി ഒരുങ്ങാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിലവിൽ നിക്കോളാസ് ലോഡേറോയുടെ ഏജന്റ് പറഞ്ഞത് പ്രകാരം താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മറ്റൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കും. കൂടാതെ നിക്കോളാസ് എന്ന് പറയുന്ന ഈ ഒരു താരത്തിന്റെ ട്രാൻസ്ഫറുമായി സംബന്ധിച്ച പുതിയ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.